ചിറയൻകീഴ് പുതുക്കരി മുക്കാലവട്ട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മകര ഉത്രട്ടാതി മഹോത്സവത്തിൽ ഇത് കൊടിയേറി. 2026 ജനുവരി 15 തൃക്കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്ന മഹോത്സവം ജനുവരി 24 തൃക്കൊടിയിറക്കോടുകൂടി അവസാനിക്കുന്നു. ഇക്കൊല്ലത്തെ ചിറയൻകീഴിന്റെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് പുതുക്കരി മുക്കാലവട്ട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നാണ്. ഒരു കാലത്ത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഘോഷയാത്ര ഇവിടുത്തേതായിരുന്നു. താലപ്പൊലിയും തിടമ്പേറ്റിയ ആനയും ചെണ്ടമേളവും പഞ്ചവാദ്യവും കെട്ടുകാഴ്ചകളും ഒക്കെയുള്ള ഒരു ഘോഷയാത്ര. ഇവിടുത്തെ ഈ ഒരു ഉത്സവം ഉണ്ടല്ലോ, അത് ഒരു പ്രദേശത്തെ ആളുകളെല്ലാം കൂടി ഒത്ത് ആഘോഷിക്കുന്ന ഒന്നാണ്. ഒരുപാട് ആളുകളാണ് ഉത്സവ സമയത്ത് ഇവിടെ വരുന്നത്. ഇക്കൊല്ലം മകര 1-ാം തീയതിയോട് കൂടിയാണ് മകര ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയേറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന്റെ ആഘോഷം ഇവിടെ തുടങ്ങുകയായി. പിന്നെ എക്കൊല്ലത്തെയും പോലെ വളരെ മനോഹരമായ ദീപകാഴ്ചയുണ്ട് ഇവിടെ. മുക്കാലവട്ട ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ ദീപാലങ്കാരം ഓരോ കൊല്ലം ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതും പുതുമയേറി വളരെ മനോഹരമായിട്ട്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിലെ എല്ലാ ദിവസവും വൈകിട്ട് കൈകൊട്ടി കളിയും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ട്. പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺമസ്കയും ഇറാനി ചായയും കൂടെ പാനിപൂരി, കുലുക്കി സർബത്ത്, അങ്ങനെ കുറച്ച് ഫുഡ് സ്പോട്ടുകളും ഫുഡ് കൗണ്ടറുകളും ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ബൺമസ്കയും ഇറാനി ചായയും വിൽക്കുന്ന ഒരു കൗണ്ടർ. ഇവിടെ നോർമൽ ബൺമസ്കയും അതുപോലെ ചോക്ലേറ്റ് ബൺമസ്കയും ഉണ്ട്, കൂടെ ഐസ്ക്രീം, പിന്നെ ഹോം മെയ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടുന്ന കപ്പലണ്ടി ഉണ്ട് ഇവിടെ. നമ്മൾ വാങ്ങിയ ചോക്കോ ബൺമസ്കി ഇറാനി ചായ നല്ലതായിരുന്നു. പിന്നെ ചീസ് ആൻഡ് ചില്ലി ഫ്ലേവർ ഉള്ള പോപ്കോണും. പിന്നെ അടുത്ത ബൺമസ്ക ആൻഡ് ഇറാനി ചായ സ്പോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നോർമൽ ബൺമസ്ക, ക്രീമി സ്ട്രോബെറി, പിന്നെ പിസ്താഷോ, ഈ 3 ബൺമസ്കയുണ്ട്, കൂടെ ഇറാനി ടീയും. പിന്നെ ഈ 10 ദിവസവും രാവിലെ കഞ്ഞി സദ്യയും അതുപോലെ ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് പായസ സദ്യയും രാത്രി കാപ്പി സദ്യയും ഉണ്ടായിരിക്കും. കൊടിയേറ്റ് ദിവസമായി ഇന്ന് രാത്രി കാപ്പി സദ്യക്കുള്ളത് നല്ല ഇഡ്ഡലിയും അതുപോലെ സാമ്പാറും ആയിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ 10 ദിവസവും ഇവിടെ വൈകിട്ട് കാപ്പി സദ്യ ഉണ്ട്. അങ്ങനെ പുതുക്കരി മുക്കാലവട്ട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തിൽ നിന്ന് കൊടിയേറി.